തന്നെ മെജോറിറ്റി ഓഫ് സ്റ്റുഡൻസ് സ്ഥിരമായി വരുത്തുന്ന ഒരു മിസ്റ്റേക്കാണ്. ഞാൻ ഉൾപ്പെടെ വരുത്തിയതാണ്. എൻ്റെ സീനിയേഴ്സ് വരുത്തേണ്ടോ, അതിൻ്റെ സീനിയേഴ്സ് വരുത്തുമ്പോൾ ഒരു വർഷമായിട്ട് വരുത്തുന്നുണ്ട്. ബട്ട് ഇതൊന്നും ആരും പറയാത്ത കാരണം എല്ലാവരും വീണ്ടും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു ലൂപ്പ് ഹോളിലാണ് നമ്മുടെ ഇവിടുത്തെ ലേണിംഗ് പ്ലാറ്റ്ഫോംസും എല്ലാം അവരുടെ കോഴ്സ് വെക്കുന്നതും അവരുടെ നോട്ട്സ് സെല് ചെയ്യുന്നതും അവരുടെ യൂട്യൂബ് ചാനലിൽ റവന്യൂ കൂട്ടുന്നതും. ബട്ട് ഇത് ട്രാപ്പാണ്. ആ ട്രാപ്പിലാണ് മിക്ക സ്റ്റുഡൻസും വീണിട്ട് നിങ്ങളത് ഒരു കാരണവശാലും ഒരു ഗൈഡും വാങ്ങിക്കരുത്. നിങ്ങൾ പ്ലസ് വൺ സ്റ്റുഡൻ്റ് ആണോ എന്ന വീഡിയോ നിൽക്കുള്ളതാണ്. സ്കിപ്പ് ചെയ്യേണ്ട, മുഴുവൻ കണ്ടോ. ഞാൻ പ്ലസ് ടു പാസ് ഔട്ട് സ്റ്റുഡൻ്റാണ്. ഞാൻ പ്ലസ് ടു കഴിഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ ഒരു ആലോചിച്ച സംഭവമായിരുന്നു, പ്ലസ് വൺ തുടങ്ങുമ്പോൾ നമ്മൾ കുറച്ചധികം കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ച് ഒരു 3-4 ഡിസിഷൻസ് ഒന്ന് ആലോചിച്ച് ചിന്തിച്ചെടുത്ത് അത് ചെയ്തിരുന്നെങ്കിൽ ഈസിയായി ഫുൾ മാർക്ക് തന്നെ എനിക്കൊരു വാങ്ങിക്കാൻ എന്നുള്ളത്. കാരണം അത്രയധികം ഞാൻ സ്ട്രഗിൾ ചെയ്ത് പഠിച്ചിട്ട് പോലും എനിക്ക് അത്രയും മാർക്ക് ആ ഒരു ഫുൾ A+ ലെവലിലേക്ക് എത്താൻ സാധിക്കാതെ വളരെ ചെറിയ ചില മിസ്റ്റേക്കുകൾ ഞാൻ തുടക്കത്തിൽ വരുത്തിയോണ്ടാണ്. പിന്നെ അത് റെക്ടിഫൈ നോക്കിയെങ്കിലും നടന്നില്ല. അപ്പോൾ അതിന് വരുത്താതിരിക്കാൻ വേണ്ടിയുള്ള ഒരു ചെറിയ കാര്യം പറയാനാണ്. ഇതിൽ റിയാലിറ്റി എന്ന് പറഞ്ഞാൽ പ്ലസ് വൺ ഫിസിക്സ് എന്ന് പറയുന്നത് 14 ചാപ്റ്റേഴ്സ് ഉള്ളത്, കെമിസ്ട്രി 14 ചാപ്റ്റേഴ്സ് ഉള്ളത്. ഞാൻ ഫിസിക്സും കെമിസ്ട്രിയും കാര്യം പറയാം. ഈ ചാപ്റ്റേഴ്സിന് പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാം ഭയങ്കര ടഫോ, എല്ലാം ഭയങ്കര ഈസി ഒന്നുമല്ല. ചില ചാപ്റ്റേഴ്സ് ഭയങ്കര ഈസിയാണ്, ചില കുറച്ച് ടഫാണ്, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇതിൽ തന്നെ മെജോറിറ്റി ഓഫ് സ്റ്റുഡൻസ് സ്ഥിരമായി വരുത്തുന്ന ഒരു മിസ്റ്റേക്കാണ്. ഞാൻ ഉൾപ്പെടെ വരുത്തിയതാണ്. എൻ്റെ സീനിയേഴ്സ് വരുത്തേണ്ടോ, അതിൻ്റെ സീനിയേഴ്സ് വരുത്തുമ്പോൾ ഒരു വർഷമായിട്ട് വരുത്തുന്നുണ്ട്. ബട്ട് ഇതൊന്നും ആരും പറയാത്ത കാരണം എല്ലാവരും വീണ്ടും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചില ഡിസിഷൻസും ചില പ്ലാനിങ് കറക്റ്റായിട്ട് എടുത്ത് ചില കാര്യങ്ങളൊന്ന് ചിന്തിച്ച് ചെയ്താണല്ലോ. ക്വസ്റ്റ്യൻ പേപ്പർ നമ്മുടെ കയ്യിലുണ്ട്. ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെ വരുന്നതെന്ന് വളരെ ഈസി പ്രീ പ്ലാൻ ചെയ്ത് ഇതൊക്കെ ക്വസ്റ്റ്യൻ പോലെ ചോദിക്കാൻ വരെ പ്രീ പ്ലാൻ ചെയ്യാനുള്ള ടെക്നോളജി ഇപ്പോൾ നമ്മുടെ കയ്യിലുണ്ട്. പണ്ടത്തെ പോലെയല്ല. പണ്ടത്തെ അതേ സിസ്റ്റം വഴിയാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. പണ്ട് നമുക്ക് പഠിക്കാനായിട്ട് ഇപ്പോൾ ടെക്നോളജി ഉണ്ട്, അത് ഉപയോഗിക്കാം. അതിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ മണ്ടത്തരം വരുത്തുന്നത്, ഞാൻ വരുത്തിയത് മിസ്റ്റേക്കാണ് നോട്ടിൻ്റെ കാര്യം. ഇപ്പോൾ നമ്മളിപ്പോൾ LKG തൊട്ട് 10 എന്ന് പറഞ്ഞാൽ നമ്മൾ കംപ്ലീറ്റ്ലി ടെക്സ്റ്റ് ഓറിയൻറ്റഡ് ആയിട്ട് പഠിക്കാം. ടെക്സ്റ്റ് ബുക്ക് തുറന്ന് പഠിക്കുന്നു. നമുക്ക് പഠിക്കാൻ തോന്നുമ്പോൾ ടെക്സ്റ്റ് ബുക്ക് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് കണ്ടന്റ് ഉണ്ട്, അത് നോക്കി പഠിച്ചാൽ മതി. വേറെ അതിൽ ഡിഫിക്കൽട്ടീസ് ഒന്നുമില്ല. ബട്ട് പ്ലസ് വണ്ണിൻ്റെ കേസിലാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ട്രാപ്പ് ഇരിക്കുന്നത്. നമ്മുടെ ഇവിടുത്തെ ലേണിംഗ് പ്ലാറ്റ്ഫോംസ് എല്ലാം അത് ഉപയോഗിച്ചാണ് പിള്ളേരെ കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും വേറെ ഒന്നുമല്ല, പ്ലസ് വൺ പ്ലസ് ടു NCERT ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്നത് ഭയങ്കര വലുതും അത്യാവശ്യം നല്ല കണ്ടന്റുകളാണ്. നമുക്കത്രയില്ല. അതിലും ഒരു പകുതിയോളം അല്ലെങ്കിൽ ആ ഭാഗത്തോളം ഡിലീറ്റഡാണ്. അപ്പോൾ നമുക്ക് ഡിലീറ്റ് ചെയ്താൽ നോക്കി മാറ്റി മറിച്ച് പഠിക്കാൻ കുറച്ച് ഡിഫിക്കൽട്ട് കാരണം മെജോറിറ്റി ഓഫ് സ്റ്റുഡൻസ് ഒന്നും കണ്ടിട്ടും ഉണ്ടാവില്ല, തുറന്നിട്ടും ഉണ്ടാവില്ല. GS സ്റ്റുഡൻസ് ഒക്കെ നോക്കുമായിരിക്കാം, ബട്ട് മെജോറിറ്റി നോക്കത്തില്ല. ആ ഒരു ലൂപ്പ് ഹോളിലാണ് നമ്മുടെ ഇവിടുത്തെ ലേണിംഗ് പ്ലാറ്റ്ഫോംസും എല്ലാം അവരുടെ കോഴ്സ് വെക്കുന്നതും അവരുടെ നോട്ട്സ് സെല് ചെയ്യുന്നതും അവരുടെ യൂട്യൂബ് ചാനലിൽ റവന്യൂ കൂട്ടുന്നതും. ബട്ട് ഇത് ട്രാപ്പാണ്. ആ ട്രാപ്പിലാണ് മിക്ക സ്റ്റുഡൻസും വീണിട്ട് അവർക്ക് എണീക്കാൻ പറ്റാതെ അവർ വീണ്ടും ചെയ്യുന്ന പറഞ്ഞാൽ അവരുടെ കോഴ്സുകൾ പൈസ കൊടുത്ത് വാങ്ങിച്ചിട്ട് വീണ്ടും ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കും. പക്ഷേ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഒന്ന് ചിന്തിച്ച് 4 ഡിസിഷൻസ് കൃത്യമായി എടുത്ത് നോട്ട്സ് എങ്ങനെ പഠിക്കണം, ഏത് രീതിയിൽ ഏതൊക്കെ പഠിക്കണം എന്ന ഡിസിഷൻസ് കൃത്യമായി എടുത്താൽ അത് നമുക്ക് മനസ്സിലാവും. പ്ലസ് വൺ പരീക്ഷയ്ക്ക് ഒരു 5-6 ദിവസം മുമ്പ് മനസ്സിലാവുള്ളൂ. പക്ഷേ അതുവരെ നമ്മൾ ഇങ്ങനെ കറക്കിക്കൊണ്ടിരിക്കും. ബട്ട് അതൊന്നും മനസ്സിലായിട്ടല്ലോ, പിന്നെല്ലാം സെറ്റാണ്. ബട്ട് അപ്പോഴേക്ക് നമ്മൾ ടൈം ഓവർ കംപ്ലീറ്റ് ചെയ്യണം. അത് ആ ഒരു റിയലൈസേഷനാണ് വേണ്ടത്. നിങ്ങൾക്ക് മനസ്സിലാവും അത്. ബട്ട് ദാറ്റ് റിയലൈസേഷൻ അത് വരാൻ കുറച്ച് പാടാണ്. അത് നമ്മൾ ഇങ്ങനെ എല്ലാത്തിലും പോയി ഇപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് ഒരു ബസ് റൂട്ടിൽ പോകുന്നത് നമ്മൾ കുറച്ച് ആൾ ആ ഒരു സ്ഥലത്ത് പോയി മനസ്സിലാവും അങ്ങോട്ട് ഇപ്പോൾ എങ്ങനെ എത്തിപ്പെടാം, എങ്ങനെ ഇതെന്നാക്കാനൊക്കെ. സോ ഞാൻ പറയാം, ഫിസിക്സിൽ 14 ചാപ്റ്റേഴ്സ്, കെമിസ്ട്രി 14 ചാപ്റ്റേഴ്സ്. ഈ ചാപ്റ്റേഴ്സിലെ നോട്ട്സ് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല രീതിക്കുണ്ട്. നിങ്ങളത് ഒരു കാരണവശാലും ഒരു ഗൈഡും വാങ്ങിക്കരുത്. ഗൈഡ് വാങ്ങിക്കരുതെന്ന് പറയാൻ കാരണം ഗൈഡിൻ്റെ പകുതി പൈസയ്ക്ക് അതിൻ്റെ 100% എഫക്റ്റീവായിട്ടുള്ള നോട്ട് ഫ്രീ എന്നല്ല, അതിൻ്റെ PDF ഫ്രീ ആയിട്ടും കിട്ടും. HSS ലൈവ് വഴി. ഈ HSS ലൈവ് എന്ന് പറയുന്ന വെബ്സൈറ്റാണ് ഈ നമ്മുടെ പ്ലാറ്റ്ഫോമുകളുടെയും ഇപ്പോൾ ഏതൊക്കെ പ്ലാറ്റ്ഫോം നമ്മൾ യൂട്യൂബിൽ പഠിപ്പിക്കുന്നുണ്ട് ഇവരുടെയൊക്കെ ഈ ഒരു മെയിൻ കോറായിട്ട് ഇവർ ശ്രദ്ധിക്കുന്നത് ആ വെബ്സൈറ്റുകളാണ്. ബട്ട് നമ്മൾ ശ്രദ്ധിക്കുന്നത് അവരെ. അത് വേണ്ട, നമുക്ക് ഡയറക്റ്റ് ആയിട്ട് HSS ലൈവിൻ്റെ റിസോഴ്സസ് കളക്ട് ചെയ്തിട്ട് നമുക്ക് എടുക്കാൻ കഴിയും. അതിൽ ഫസ്റ്റ് വൺ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നോട്ട് നിങ്ങൾ എഴുതി സ്കൂളിൽ നിന്ന് എഴുതിയാണ് നിങ്ങൾ ഇപ്പോൾ ഒരു 8, 9, 10 പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാം. പക്ഷേ നിങ്ങൾ അങ്ങനെയല്ല. ഇപ്പോൾ യൂട്യൂബ് ചാനൽസിൻ്റെ ഒക്കെ നോട്ട് നോക്കിയാണ് പഠിക്കുന്നത്, അല്ലെങ്കിൽ ഗൈഡ് നോക്കിയാണ് ടെക്സ്റ്റ് ബുക്ക് നോക്കിയാണ് പഠിക്കുക. ഞാനൊക്കെ ടെക്സ്റ്റ് ബുക്ക് പഠിച്ചുകൊണ്ടിരുന്നത് പിന്നെ പ്ലസ് വണ്ണിൽ പെട്ട് പിന്നെ അത് ഒന്ന് മനസ്സിലാവുന്നതിന് കുറേ സമയം എടുക്കും. അതാണ് ഏറ്റവും വലിയ പണി. അപ്പോഴേക്ക് നമ്മുടെ ടൈം തീരും. അത് നമുക്ക് ടെക്സ്റ്റ് ബുക്ക് നോക്കി നമ്മൾ മെജോറിറ്റി 10 പഠിച്ചിട്ടുണ്ടാവാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ നേരെ HSS ലൈവിൽ പോവാം. ഞാൻ PDF-ൻ്റെ ലിങ്ക് കൊടുക്കും. ആ ലിങ്കോ PDF എടുത്തിട്ട് അത് ഡൗൺലോഡ് ചെയ്യാം. ദെൻ അത് നിങ്ങളുടെ പ്രിന്റ് ചെയ്യുന്ന ഷോപ്പിൽ പോയി പ്രിന്റ് ചെയ്യുക, കളർ പ്രിന്റ് ചെയ്യുക. അത് നന്നായിട്ട് ബൈൻഡൊക്കെ ചെയ്യാൻ ശ്രമിക്കാം. അത് നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന PDF ഒരിക്കലും ഷോപ്പോ വരുന്നത് ഭയങ്കര ലാർജോ വരുന്നത് പക്ക സാധനം വേണം അത് പഠിക്കാനായിട്ട്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ മെജോറിറ്റി ഓഫ് ദ ഗൈഡിലുണ്ടാകുന്ന സംഭവം എന്ന് പറഞ്ഞാൽ വേണ്ടതുണ്ട്. മിക്ക ഗൈഡിലും അനാവശ്യമായ കുറേ സാധനങ്ങളുണ്ട്. പക്ഷേ ചില ഗൈഡിലാണെങ്കിൽ ആവശ്യമായിട്ടുള്ളതില്ല. പിന്നെ ഇവർ കുറേ നമ്മുടെ ക്വസ്റ്റ്യൻസിന്റെ ആൻസറൊക്കെ വെറുതെ അനാവശ്യമായി വലിച്ചു നീട്ടിലും ആവശ്യമില്ലാത്തതൊക്കെ ആഡ് ചെയ്തും പിന്നെ ഭയങ്കര ഷോർട്ടാക്കി കളിക്കുന്നുണ്ട്. അതെന്താണെന്ന് അറിയില്ല. അത് കൃത്യമായി NCERT ടെസ്റ്റ് റെഫർ ചെയ്ത് ഉണ്ടാക്കാത്തതിന്റെ പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗൈഡ് വാങ്ങിക്കുന്നത് ഈ PDF കൃത്യമായി പ്രിന്റ് ചെയ്യാം. അത് 2 സെറ്റായിട്ട് പ്രിന്റ് ചെയ്യുക. 1 to 7 ചാപ്റ്റേഴ്സ് ഫസ്റ്റും 7 to 8 to 14 ചാപ്റ്റേഴ്സ് സെക്കൻഡ് ആയിട്ട് പ്രിന്റ് ചെയ്യാം. കാരണം ഇത് രണ്ടും 2 പാർട്ടാണ്. ഫിസിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റിൽ കുറേയധികം കൺസെപ്റ്റ്സ് കുറേയധികം പഠിക്കാനുണ്ട്. അതുകൊണ്ട് തന്നെ നോട്ട് ഭയങ്കര പ്രധാനമാണ്. നമ്മൾ ഫിസിക്സിൽ പഠിച്ചു തുടങ്ങുന്ന ദിവസം വായിക്കുന്ന അതേ നോട്ട് തന്നെ ലാസ്റ്റ് പരീക്ഷേൻ്റെ തലേന്നുള്ള മണിക്കൂറിലും വായിച്ചാൽ മാത്രമാണ് നമുക്ക് ഈ സാധനം കിട്ടുള്ളൂ. അതർവൈസ് നമ്മളിങ്ങനെ മറന്നു പോയിക്കൊണ്ടേയിരിക്കും.
ഇത് ഒരു സാധനം തന്നെ മാസങ്ങളും ദിവസങ്ങളും റിഫർ ചെയ്തുകൊണ്ടേ ഇരുന്ന് കഴിഞ്ഞാൽ കിട്ടും, അത്രേ ഉള്ളൂ. ബട്ട് ഞാൻ ഉൾപ്പെടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ അതിൻ്റെ നമുക്ക് പഠിക്കും, പിന്നെ അതേ സാലറി യൂട്യൂബ് ലൈവ് നോക്കി പഠിക്കും, അപ്പോൾ അത് പഠിക്കും, പിന്നെ അത് മാർക്കില്ല എന്ന് വെച്ച് വേറെ ഗൈഡ് വാങ്ങിച്ച് പഠിക്കും, ഗൈഡ് പിന്നെ അത് ഷിഫ്റ്റ് ചെയ്യും, പിന്നെ ഇതാക്കുക, അങ്ങനെ ഏറ്റവും അവസാനം പരീക്ഷ തലേന്ന് മനസ്സിലാവും ഇതുപോലെ HSLIV കയറി PDF നല്ല PDF ഡൗൺലോഡ് ചെയ്ത് പ്രിന്റ് എടുത്തിട്ട് അത് നോക്കി വായിച്ച് ഒന്ന് പഠിച്ചാൽ മതി, അപ്പം മനസ്സിലാവും നമുക്ക്. ബട്ട് അപ്പോഴേക്കും ടൈം തീർന്നേക്കാം. തുടക്കത്തിൽ ചെയ്താലേ കാര്യമുള്ളൂ, തുടക്കത്തിലെ ഇങ്ങനെ ഓടിക്കളിച്ച കാര്യമില്ല. അത് നോക്കി യൂട്യൂബ് എന്ന് പറയുന്ന യൂട്യൂബിലെ ലൈവ് എന്ന് പറയുന്നത് ട്രാപ്പാണ് സത്യമാണ്. അതിൽ വീഴാതെ എണീക്കാവുന്നതാണ് ആദ്യം തന്നെ ഒരു ഇത്. ഫിസിക്സ് ഇതുപോലെ പ്രിന്റ് ചെയ്യാം, ദെൻ കെമിസ്ട്രി ഇതുപോലെ പ്രിന്റ് ചെയ്യാം. അപ്പം തന്നെ ആദ്യമൊക്കെ ടാസ്ക് തീർന്നു. ഇനി ഇത് പ്രിന്റ് ചെയ്ത് മാത്രം കാര്യമില്ല, നിങ്ങൾ കൃത്യമായി ഫിസിക്സ് ആണെങ്കിൽ എക്സാമിൻ്റെ +1 ചാനലിൽ എല്ലാ ലൈവും നടക്കുന്നുണ്ട്, എല്ലാ ചാപ്റ്റേഴ്സിൻ്റെ ആ ലൈവ് കൃത്യമായി ഇപ്പോൾ 2-3 മണിക്കൂറൊക്കെ ഉണ്ടാവും ചാപ്റ്ററിൻ്റെ. ആ യൂട്യൂബ് ലൈവ് ഒക്കെ നോട്ട് എന്ന് പറയുന്നത് ഒരിക്കലും നടക്കില്ല, അത് ഒരിക്കലും ട്രൈ ചെയ്ത് ഞാൻ പറയാം. അപ്പോൾ ആദ്യം പ്രിന്റ് എടുക്കുക, ലൈവ് നോക്കി പഠിക്കാം, എന്നിട്ട് നമുക്ക് പ്രിന്റ് ഔട്ടും അതിൻ്റെ ഒപ്പം തന്നെ വെക്കാം. ദെൻ ഒരു 10 മിനിറ്റ് വീഡിയോ ആണ് ആ വീഡിയോയിലുള്ളത് നമുക്ക് പഠിക്കാം. ദെൻ 10 മിനിറ്റ് വീഡിയോ ആണ് ആ വീഡിയോയിലുള്ളത് നമ്മുടെ നോട്ട്സ് നോക്കി പഠിക്കാം. നിങ്ങൾക്ക് ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും പോയിന്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതിൽ എഴുതി വെക്കാം. നമ്മുടെ പ്രിന്റ് ഔട്ടിൽ ഒരിക്കലും PDF ഒക്കെ പഠിക്കരുത്, അത് ഭയങ്കര എല്ലാവർക്കും വലിയ ട്രാപ്പാണ്. കാരണം പരീക്ഷയുടെ തലേന്നൊക്കെ സ്കൂളിലും അവിടെ ഇവിടെയൊക്കെ സ്കൂളിലും അതിൻ്റെ പൈസയൊക്കെ കൊണ്ടുവരും, അപ്പോൾ മൊബൈലൊക്കെ കൊണ്ടുപോകേണ്ട അതിൻ്റെ ഹൈ റിസ്ക് ആണ്. പിന്നെ നമുക്ക് ഓർമ്മ ഇപ്പോൾ നമ്മളൊരു 10 പറഞ്ഞ ഏതെങ്കിലും ക്വസ്റ്റ്യൻ സോഷ്യൽ സയൻസിന് ഏതെങ്കിലും ഒരു കാലഘട്ടത്തിന് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ആണ്, ആ ഒരു ടൈം ഡ്യൂറിംഗ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ നമുക്ക് ഓർമ്മ വരും അത് ഏത് എംപയർ ആണ്, അതിൽ അവിടെ എങ്ങനെ സംഭവിച്ചിട്ടുണ്ടെന്ന് നോക്കി നമുക്ക് എഴുതാൻ പറ്റും. ഇപ്പോൾ ബയോളജി ആണെങ്കിൽ തന്നെ ഏത് പേജിൽ ഏത് തരത്തിലുള്ള ഹ്യൂമൻ ബോഡീൻ്റെ പിക്ചറാണ്, അതിന് ഏതൊക്കെ രീതി ക്ലാസിഫിക്കേഷൻസ് ആണെന്നൊക്കെ നമുക്ക് ഓർത്ത് എൻ്റെ നമുക്ക് മനസ്സിലാവും. ബട്ട് അത് നമ്മൾ ടെക്സ്റ്റ് ബുക്ക് ഒരു ഫിസിക്കൽ ഒബ്ജക്റ്റ് നമ്മുടെ കയ്യിലുള്ളതുകൊണ്ടാണ്. ബട്ട് PDF നമുക്ക് അങ്ങനെ ആ പേജ് കഴിഞ്ഞാൽ PDF ഇങ്ങനെ സ്ക്രോളിങ് നമുക്ക് ഒരിക്കലും ഓർമ്മയില്ല. അതൊരു വലിയ മിസ്റ്റേക്കാണ് എല്ലാവരും പറ്റുന്നത്. ഞാൻ പറ്റുന്ന സോ പ്രിന്റ് എടുക്കുക കൂടിപ്പോയി ഒരു 300-400 വരും, ഗൈഡിന് 2000 രൂപയാണ്, എന്താ പറയാനാ. അപ്പോൾ പ്രിന്റ് എടുക്കാം. ഞാൻ ഇതൊരു മാത്രമേ കാണിച്ചത്. പ്രിന്റ് ഔട്ടിന്റെ വില മനസ്സിലാവണമെങ്കിൽ പരീക്ഷയുടെ സമയത്ത് നമ്മൾ പ്രിന്റ് ഔട്ട് പഠിക്കുമ്പോൾ മനസ്സിലാവുള്ളൂ എത്രമാത്രം ഇതുണ്ട്. അപ്പോൾ പണ്ടേ നമ്മൾ തുടങ്ങുന്നതേ തൊട്ട് ചെയ്തു തുടങ്ങിയാണല്ലോ, സെറ്റാണ്, ഒന്നും ചെയ്യണ്ട. ഇതുപോലെ ലൈവ് കാണാം, ലൈവില് നമ്മുടെ ഫിസിക്സിന്റെ ഒക്കെ ലൈവ് എക്സാമിനർ പൊളിയാണ്, കിഡിലായിട്ട് സാർ ക്ലാസ് തരും. അത് ലൈവ് കണ്ടതിന് ശേഷം അതിൽ ഡെറിവേഷൻസ് ഉണ്ടാവും. ഓരോരോ ഡെറിവേഷൻ എത്തുമ്പോൾ പോസ് ചെയ്യാം, ഡെറിവേഷൻ പ്രത്യേക നോട്ട് വാങ്ങിക്കാം, ഒരു നോട്ട് വാങ്ങിച്ചിട്ട് ആ ഡെറിവേഷൻ മാത്രം എഴുതാം. അതൊക്കെ എന്താ നിങ്ങൾക്ക് മനസ്സിലാവും ലൈവ് കാണുമ്പോൾ. ഡെറിവേഷൻ മാത്രം ഒരു നോട്ട് എഴുതാം, ബാക്കി എല്ലാം പ്രിന്റ് ഔട്ട് പഠിക്കാം. ദാറ്റ്സ് ഇറ്റ്. ലൈവ് കാണുമ്പോൾ 10 മിനിറ്റ് എത്തുമ്പോൾ പോസ് ചെയ്യുക, ദെൻ വായിച്ചു നോക്കാതെ പഠിക്കുക. അതുപോലെ തന്നെ ഈ ഡെറിവേഷൻ എന്ന് പറയുന്നത് ഭയങ്കര ട്രാപ്പാണ്. അതും ഈ ഗൈഡൊക്കെ നോക്കി ഡെറിവേഷൻ പഠിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഒത്തിരി മണ്ടത്തരാണ്, ഒത്തും ഒരിക്കലും ചെയ്യരുത്. ഡെറിവേഷൻ കൃത്യമായിട്ട് ഫിസിക്സ് നമ്മുടെ എക്സാമിനറിൽ ലൈവുകളിലെ ഡെയിലി സാർ എടുത്ത് തരും, അത് നോട്ട് നോക്കി എഴുതാം, അത് നോക്കി എഴുതാല്ല ഈ നോട്ട് അത് മാത്രം എഴുതി കൈവച്ച് നോട്ട് എഴുതി പഠിക്കാന്ന് പറയുന്നത് ഭയങ്കര ഒരു ടാസ്ക്കാണ്. സമയം ഉണ്ടാവത്തില്ല ഒരു പോയിന്റ് എത്തുന്നത്. അപ്പോൾ 2-3-4 ചാപ്റ്റർ എഴുതാൻ പറ്റും, ബാക്കി 10 ചാപ്റ്റർ എഴുതും, അതിൽ സമയം ഉണ്ടാവില്ല. അതൊന്നും എഴുതാൻ നടക്കില്ല, അതിൻ്റെ ആവശ്യമില്ല. കാരണം നമ്മളിന്ന് ജീവിക്കുന്ന അത്ര അഡ്വാൻസ് ടെക്നോളജി ഉള്ളപ്പോൾ നമ്മൾ പണ്ടത്തെ ഇപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് പഠിക്കാം, എഴുതി പഠിക്കാം, ബട്ട് പഠിക്കാൻ വേണ്ടി എഴുതി അത് വീണ്ടും എഴുതി അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ക്രിട്ടിക്കൽ നോട്ട്സ് ഉണ്ടാവും, അത് പ്രിന്റ് ഔട്ട് എടുക്കാം. അതാണ് ഫസ്റ്റ് സംഭവം. ഇപ്പോൾ ഫിസിക്സ് കെമിസ്ട്രി മനസ്സിലായിരുന്നു. ദെൻ കെമിസ്ട്രി, ഇപ്പോൾ കെമിസ്ട്രിൻ്റെ യൂട്യൂബ് ചാനലിൽ പറയുകയാണെങ്കിൽ എക്സാമിൻ്റെ കെമിസ്ട്രിൻ്റെ ലൈവ് ഉണ്ടാവും. ഓരോ ചാപ്റ്റേഴ്സ് കൊടുക്കുക, കൃത്യമായി ഫോളോ അപ്പ് ചെയ്യുക. അതിലെ നോട്ട്സ് നമ്മുടെ നോട്ട്സ് വെച്ച് നോക്കുക, എന്തെങ്കിലും പോയിന്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യുക, പഠിക്കുക, കൂടെ പഠിച്ച് പോവുക. ദെൻ അത് വളരെ ഈസിയാണ്. പക്ഷേ ഈ ഒരു റിയലൈസേഷൻ വരാനാണ് പാട്. ഇതാണ് സംഭവം, ഇതാണ് ആക്ച്വലി നടക്കേണ്ടതെന്ന് മനസ്സിലാവാൻ കുറച്ച് പാടാണ്. ഇത് ചെയ്യാം. അപ്പോൾ ബാക്കി മാത്സിൻ്റെ ബാക്കി സബ്ജക്റ്റിൻ്റെ കാര്യമായിട്ട് അടുത്ത വീഡിയോ വരാം.